ാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയത്. ആ ആയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വാഭാവികമായും ആയത്തോതിയാൽ അതിന് വിശദീകരണം വേണമല്ലോ. ആ വിശദീകരണം ചോദിച്ചു. വിശദീകരണം ചോദിച്ചപ്പോ ഏത് സ്വഹാബിയാണ് എന്ന് ചോദിച്ചപ്പോ അതിന് അദ്ദേഹം അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞു. ഖുർആനിൽ പച്ച ദുർവ്യാഖ്യാനമാണ് നടത്തിയത്, ഇത് ജൂനിയർ കാന്തപുരമാണ് എന്ന് അവിടെയും പറഞ്ഞു. പിന്നീട് നമ്മൾ കേരളത്തിലെ തെരുവുകളിൽ പറഞ്ഞു. അവസാനം പത്തപ്പിരിയത്തൊരു വാദപ്രതിവാദം നടത്തി. ആ വാദപ്രതിവാദത്തിൽ അദ്ദേഹം പറയുന്നതും അതിനു മുമ്പ് കോഴിച്ചനയിൽ പറഞ്ഞതും നമുക്കൊന്ന് ഒന്നിച്ച് കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കോഴിക്കോട് കടപ്പുറത്ത് ആരംഭിച്ച ആ ഒരു ആരോപണം വസിയത്തു ശിർക്കാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. ഈ ഫൈസൽ മുസ്ലിയാർ എവിടെയാണ് വന്നത്? നിങ്ങൾ കാണിക്കണം, നിങ്ങൾ പറയണം എവിടെയാണ് പറഞ്ഞത്. കോഴിച്ച സംവാദത്തിൽ പറഞ്ഞു. എങ്ങനെ സമയം പറയൂ, എത്രാമത്തെ മിനിറ്റിലാണ്? എന്റെ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാരെ, താങ്കളോട് ഞാൻ ചോദിച്ചത്, താങ്കൾ ഓതിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്, ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് തന്നെ ചോദിച്ചത്. മനസ്സിലെ റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിനെ അതിൽ വസീലത്ത് ശിർക്ക് ഉണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി, ഏത് താബി മനസ്സിലാക്കി, ഏത് തബഉ താബി മനസ്സിലാക്കി? ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഏത് സ്വഹാബി പറഞ്ഞു എന്ന ചോദ്യത്തിന് പിടിച്ചോളൂ സുല്ലമി എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു എന്ന് പറഞ്ഞ മുസ്ലിയാരാണ് പത്തപ്പിരിയത്തെത്തിയപ്പോൾ ചോദിക്കുന്നത് എവിടെയാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്, പറ്റുമെങ്കിൽ സമയം പറയണം. അവിടെ എടുത്ത് വായിച്ചു കൊടുത്തു നമ്മൾ. ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇതാണ് അവിടെ സ്ഥിരമായ ദുരാരോപണം, വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇബ്നു അബ്ബാസ് എന്തു പറഞ്ഞുവെന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, അത് മറച്ചു വെക്കുക. ഇബ്നു അബ്ബാസ് പറയുന്നു, അവിടെ കട്ട് ചെയ്യാം. ഇബ്നു അബ്ബാസ് എന്തു പറയുന്നു അത് വായിച്ചു, അത് കേൾപ്പിക്കൂല. നേരെ മറിച്ച് ഇസ്തിംതാഴികൾ പലതുമുണ്ട്. അത് ഹറാമായതുണ്ട്, ഷിർക്കായതുണ്ട്, കുഫറായതുണ്ട്, ഷിർക്കിലേക്ക് വഴിവെക്കുന്നതുണ്ട്, വസീലയായതുണ്ട്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ഇസ്തിംതാഴുകൾ ജിന്നും ഇൻസും തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അത് വിശദമാക്കിയ ഭാഗം കോഴിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ വായിച്ചു എന്ന് പറയാം, എന്താ അവിടെ വായിച്ചത്, ഖുർത്തുബി എന്തുണ്ടെന്നാ പറഞ്ഞത്, അത് കേൾക്കൂല. നേരെ മറിച്ച് ഇമാം ഖുർത്തുബി പറയുന്നു, അത് ക്ലിപ്പാക്കി അവിടെ മുറിക്കുക. ഖുറാഫിയാണ് പോലും ചെയ്യാത്ത പണി. എന്നിട്ട് ഇതാ വസീലത്ത് ശിർക്കിന്റെ ഖുർത്തുബി എവിടെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു കൊണ്ടുവരിക. ഇബ്നു അബ്ബാസ് പറയുന്നു, അവിടെ മുറിക്കുക. ഇബ്നു അബ്ബാസ് എന്തു പറയുന്നു അതുടനെ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് എന്തു പറഞ്ഞു അതാണ് വായിക്കുന്നുണ്ട്, അതാണ് മുറിക്കുക. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയുന്നു, അതിന് മുറിച്ചിട്ട് കണ്ടോ ഇബ്നു അബ്ബാസ് എവിടെ വസീലത്ത് ശിർക്ക് പറഞ്ഞു, അപ്പോൾ ഇബ്നു അബ്ബാസിനെ പേര് കളവ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക. ഇമാം ഖുർത്തുബി കൊടുത്ത ഭാഗം എല്ലാം സ്ക്രീനിൽ കാണാൻ ഒന്നും വായിക്കുന്നില്ല. വ്യത്യസ്തമായ തഫ്സീറുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നിന്ന് ഇബ്നു അബ്ബാസിന്റെ പേരിലും ഖുർത്തുബിയുടെ പേരിലുമെല്ലാം കോഴിച്ച സംവാദത്തിലും അതിന് മുമ്പും ശേഷവും ഒക്കെ ഞങ്ങളെന്ന് പറഞ്ഞെന്താണ്, ഈ ആയത്തിൽ പറഞ്ഞ പ്രയോഗം ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ നിങ്ങൾ നരകത്തിലാണ്, ശാശ്വതരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശം? അല്ലാഹ് ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിച്ചു. ഒന്ന്, പണ്ഡിതന്മാർ പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ എന്നാണ്, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ചില ശിക്ഷകൾ ഒഴികെ. അപ്പൊ നരകത്തിൽ ആണെങ്കിലും നരകത്തെ ചില ശിക്ഷകൾ നിങ്ങൾക്കില്ല എന്നാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞു അല്ല, ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ്. അതാണ് ഇബ്നു അബ്ബാസിന്റെ വാചകം. ഇബ്നു അബ്ബാസ് പറഞ്ഞുവെന്ന് കോഴിച്ച സംവാദത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഇപ്പോഴും പറയുന്നത് ഇബ്നു അബ്ബാസ് പറഞ്ഞെന്താ, ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പോൾ ഇസ്തിംതാഴ് നടത്തി പരലോകത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ പറയുന്നു നിങ്ങൾ നരകത്തിലാണ്, നിങ്ങൾ ശാശ്വതരാണ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പൊ എല്ലാം ഷിർക്കാണെങ്കിൽ, ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി പരലോകത്ത് വന്ന് വിചാരണയ്ക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടതിന് ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ? ഷിർക്ക് ചെയ്തോ നരകത്തിൽ തന്നെയല്ലേ, ഒരു ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പൊ ഇല്ലാ മാഷാ അല്ലാഹ്, ഇല്ലാ മൻ ഷാ അല്ലാഹ്, ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ഒഴിവാക്കി പറയുന്നത്? അത് തഫ്സീറൊക്കെ ചർച്ചകൾ കാണാം. അവിടെ ഇമാം ഖുർത്തുബിയൊക്കെ കൊടുത്ത തഫ്സീറാണ് നമ്മൾ കോഴിച്ചേരി വായിച്ചത്. അവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിലാണ്. എങ്കിൽ പിന്നെ ഇസ്തിസ്നാ, ആ ഒഴിവാക്കി പറഞ്ഞ ആരെയാണ്? അത് അഹ്ലുൽ തൗഹീദ്, അഹ്ലുൽ ഈമാൻ, അതേപോലെ ഈമാൻ മിനൽ ഉസാത്ത് എന്നൊക്കെയാണ് പറഞ്ഞത്. മുഅ്മിനീങ്ങളായ ആളുകൾ, തൗഹീദുള്ള ആളുകൾ, ഈമാനുള്ള ആളുകൾ, അവരെയാണ് ഒഴിവാക്കി പറഞ്ഞത്. അപ്പൊ ഈ ഇസ്തിംതാഴ് നടത്തി നാളെ പരലോകത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോഴും നിങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് ഇത് ബാധകമല്ല, അവർ നരകത്തിൽ ശാശ്വതരല്ല എന്ന് പറഞ്ഞത് ആരെയാണ്? തൗഹീദുള്ളവരെയാണ്. അപ്പൊ ഈ ഇസ്തിംതാഴ് കൊണ്ട് അവരെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല.
ഈ ഇസ്തിംതാഴ് കൊണ്ട് ആ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല. അതല്ലേ അൽ ഉസാത്ത് മിൻ അഹ്ലി തൗഹീദ്, തൗഹീദുള്ളവരിൽപ്പെട്ട പാപങ്ങൾ ചെയ്തവര് എന്ന വ്യാഖ്യാനങ്ങൾ ഖുർആൻ തഫ്സീറിൽ കാണാം. ഇത് രണ്ടുമാണ് ആ സംവാദം ഉന്നയിക്കുന്നത്. അടക്കം പച്ചപ്രിയത്വമല്ലാതെയും അദ്ദേഹം സംബന്ധിച്ച കാര്യമാണല്ലോ ഇസ്തിംതാഴ് പലവിധമുണ്ട് എന്നുള്ളത് പറയട്ടെ അവർ തന്നെ. ഇസ്തിംതാഴിൽ ഇസ്തിയാനത്ത് പെടുമോ? ആ ചോദ്യം യഥാർത്ഥത്തിൽ പുതിയ ചോദ്യമാണ്, തർക്കമില്ലാത്തതാണ്. ആ വിഷയത്തിൽ ഇസ്തിംതാഴിൽ ഇസ്തിയാനത്ത് പെടും, ഇസ്തിയാനത്തല്ലാത്തതും പെടും. ഇപ്പൊ സമ്മതിച്ചോ എന്ന് അപ്പൊ കണ്ടോ, അവിടെ പത്തപ്രിയൻ സംവാദത്തിൽ വന്നപ്പോ നമ്മൾ ചോദ്യങ്ങൾ കൊണ്ടുവന്നൊരു റൂട്ടുണ്ടായിരുന്നു. അതുവഴി ചോദ്യമായിരുന്നു ഇസ്തിംതാഴിൽ ഇസ്തിയാനത്ത് പെടുമോ? ജിന്നും മനുഷ്യൻ നമ്മൾ ഇസ്തിംതാഴ് ഉപകാരമെടുക്കൽ എന്ന് പറഞ്ഞതിൽ ഇസ്തിആനത്ത് ഇസ്തിംതാഴിൽ പെടുമോ? അതേപോലെ പെടും. അതിപ്പോ സമ്മതിച്ചു എന്ന് പറയണ്ട, അത് പെടുന്നാണ്. അതേപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇസ്തിംതാഴ് പലവിധമുണ്ട് നിങ്ങൾ സമ്മതിച്ചല്ലോ, എന്നാൽ നിങ്ങൾ പറയുന്നു ജിൻ അഭൗതികമാണ് എന്ന്. എങ്കിൽ അഭൗതികമായ ജിന്നിനോട് എങ്ങനെ ഇസ്തിംതാഴ് ഉണ്ടാകാൻ പറ്റുന്നല്ലോ? അഭൗതികമായ ജിന്നിനോട് ഒരു ഇസ്തിംതാഴ് ഉണ്ടാകാൻ വകുപ്പില്ലല്ലോ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായി? അഭൗതികമായ ഇടപെടൽ നടത്താൻ കഴിയുമെന്നായില്ലേ ആ ചോദ്യം കേൾക്കാൻ നമുക്ക് അവിടെ ചോദിച്ചത്. മൂന്നാമത്തെ മറുപടി എവിടെ? ജിൻ അഭൗതികമാണെങ്കിൽ അഭൗതികമായ ജിന്നോട് എങ്ങനെയാ ശിർക്ക് അല്ലാത്ത ഇസ്തിംതാഴ് ഉണ്ടാവുക? നിങ്ങൾ പ്രസംഗിച്ചെന്താ? ജിൻ എന്ത് ചെയ്താലും അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, എല്ലാം അദൃശ്യമാണ്, എല്ലാം ശിർക്കാണ്. പിന്നെ എങ്ങനെ അഭൗതികമായ ജിന്നിനോട് ശിർക്ക് അല്ലാത്ത ഇസ്തിംതാഴ് ഉണ്ടായി? അതങ്ങൾ പറയേണ്ടത്. ഇതായിരുന്നു ചോദ്യം. അത് ഉത്തരം പറഞ്ഞില്ല. ആ ചോദ്യം അദ്ദേഹം കേട്ടതേയില്ല. ആ ചോദ്യം കേൾക്കാത്ത പോലെ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അവിടെ ആ സംവാദത്തിലും എന്റെ പേര് അവർ ഉന്നയിക്കുന്ന ഈ ആരോപണത്തെ, ഈ വ്യാജത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല.